ശ്രീവിദ്യാ ഉപാസനയിലെ ഏറ്റവും ഗൗരവമായ ദാർശനികമായ ഘടകങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ ശ്രീചക്രത്തിൻ്റെ 9 ആവരണങ്ങളെ, മനുഷ്യൻ്റെ ആന്തരികമായ യാത്രയിലെ 9 ഘട്ടങ്ങളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കും. ശ്രീചക്രം വെറും യന്ത്രമോ ഒരു വരയോ ഒരു ജോമെട്രിയോ മാത്രമല്ല. ഇത് ഒരു ജാമിതീയമായ രൂപമായിട്ടല്ല കാണേണ്ടത്. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യബോധത്തിൻ്റെയും ഒരു ഘടനയിലെ ഒരു ആശയത്തെ നമ്മുടെ മുമ്പിൽ വെളിവാക്കാൻ വേണ്ടി നമുക്ക് വരച്ചു തന്നിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ ചിത്രമായിട്ട് കാണുന്നു. ശ്രീചക്രം എന്ന് പറയുന്നത് അടിസ്ഥാനമായ ഘടനയിലെ 9 ആവരണങ്ങളാണ്. പുറത്തു നിന്നുള്ളിലേക്കുള്ള യാത്രയാണ്. അവസാനം പരമബോധമെന്ന ബിന്ദുവിലെത്തിച്ചേരലാണ്. ഈ യാത്ര ചില ആചാര്യന്മാർ മനസ്സിനെ പരിണാമം ചെയ്യാൻ വേണ്ടിയിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ത്രൈലോക്യ മോഹന ചക്രം ലോകത്തെ ആകർഷിക്കുന്ന ഒരു ആവരണമായിട്ട് കാണാൻ സാധിക്കും. എല്ലാ ലോകങ്ങളെയും ആവരണം ചെയ്തിരിക്കുന്ന മോഹനമായിട്ടുള്ള ഒരു ചക്രമായിട്ട്. ചതുരാകൃതിയിലുള്ള ഭാഗം മനുഷ്യൻ്റെ നില. അവിടെ മനുഷ്യൻ പ്രധാനമായും ഇന്ദ്രിയ സുഖമനുഭവിക്കുന്നവനായി ഭൗതിക ആഗ്രഹങ്ങളെ, ലോക ആകർഷണങ്ങളെ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദാർശനികമായ അർത്ഥം കണ്ടെത്തി മായയുടെ ലോകത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് വിചരിക്കുന്നത് എന്ന് പറഞ്ഞു തരുമ്പോഴാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു പരിപൂരകമായിട്ടുള്ള, സർവസ്വ പരിപൂരകമായിട്ടുള്ള ഒരു ചക്രം, ആഗ്രഹങ്ങളും സമ്പത്തും സാമൂഹിക അംഗീകാരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രധാന പ്രേരണയുടെ ഒരു ലോകം വരച്ചു കാണിക്കാനും കൂടി ഇതിന് സാധിക്കുന്നുണ്ട്. അത് ജീവിതത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. ഒരു ശോഭനം, ഒരു സമശോഭനമായിട്ടുള്ള, സംക്ഷോഭനമായിട്ടുള്ള, ഒരു മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ, ചിന്തകളുടെ, ഈഗോയുടെ അവനവനിസത്തിൽ നിന്ന് സംഘർഷങ്ങളും മത്സരങ്ങളും അസ്വസ്ഥതയും ഒക്കെ അനുഭവിക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഈ ശ്രീചക്രത്തിന് സാധിച്ചിട്ടുണ്ട്. സർവ സൗഭാഗ്യദായകമായിട്ടുള്ള ചക്രം മനുഷ്യൻ തിരിച്ചറിയുകയാണ്. സന്തുലിതത്വത്തെയും സന്തോഷത്തെയും ബന്ധങ്ങളുടെ മൂല്യങ്ങളെയും വരമ്പുകളെയും അതിവരമ്പുകളെയും അതിരുകളെയും തിരിച്ചറിയുമ്പോൾ ജീവിതം വെറും ആഗ്രഹങ്ങളല്ല, ഈ വരമ്പുകൾ തിരിച്ചറിയലാണ് എന്ന് മനസ്സിലാക്കുമ്പോഴുണ്ടാവുന്ന ഒരു സുഖം നമുക്ക് പറഞ്ഞു തരാനും ശ്രീചക്രത്തിന് സാധിക്കുന്നുണ്ട്. സർവത്ര സാധകമായിട്ടുള്ള ഒരു ചക്രമായിട്ട് മനുഷ്യൻ്റെ ചിന്തകളെ, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ അന്വേഷിപ്പിക്കുന്ന ഒരു സാധകൻ്റെ രൂപത്തിൽ നമ്മളെത്തിക്കാനും ശ്രീചക്രത്തിന് സാധിക്കുന്നുണ്ട്. സർവ രക്ഷകാരകനായിട്ടുള്ള രക്ഷകരിയായിട്ടുള്ള ചക്രമായിട്ട് ദേവിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീചക്രത്തിലൂടെ. ഇവിടെ മനുഷ്യൻ ധർമ്മം, ആത്മസംരക്ഷണം, ആത്മീയ ശക്തി എന്നിവ ഉള്ളിൽ കണ്ടെത്തുകയാണ്. സർവ രോഗഹാരകനായിട്ടുള്ള, രോഗങ്ങളെ ഹരിക്കുന്ന, മാനസിക വേദനകളെ, അഹങ്കാരങ്ങളെ, ഭയത്തെ ഒക്കെ എങ്ങനെ മറികടക്കുന്നു എന്ന് ഒരു ആന്തരികമായ ശുദ്ധീകരണത്തിന് നമ്മളെ പാകപ്പെടുത്തുന്നതിനും ശ്രീചക്രത്തിന് സാധിക്കും. സർവസിദ്ധി പ്രദായകനായ ഒരു ചക്രമായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ ശാന്തം, കേന്ദ്രീകൃതമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും അവിടെ വരച്ചു കാണിക്കുകയാണ്. ബിന്ദു എന്ന് പറയുന്ന പരമബോധം, അതാണ് ശ്രീചക്രത്തിൻ്റെ കേന്ദ്രം. അവിടെ രണ്ടില്ല, ദ്വന്ദ്വമില്ല, ഭയമില്ല, വേർതിരിവില്ല, ആത്മീയ സാക്ഷാത്കാരം മാത്രം. ഈ യാത്രയുടെ വലിയ ദാർശനികതയുടെ ശ്രീവിദ്യ പറയുന്ന മനുഷ്യൻ ആദ്യം ലോകത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് പിന്നെ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ അവസാനം ജ്ഞാനത്തിലൂടെ ആത്മബോധം നേടുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ഭഗവത്ഗീതയുടെ ശ്രീകൃഷ്ണൻ പറയുന്ന ഉദ്ധരേത് ആത്മനാത്മാനാം, അർത്ഥം മനുഷ്യൻ്റെ ആത്മബോധത്തെ
സ്വയം ഉയർത്തണം എന്നാണ്. ശ്രീചക്രത്തിൻ്റെ ആത്മീയമായ അന്തിമമായ സന്ദേശം ദേവി പുറത്തുള്ള ശക്തിയല്ല, അകത്തുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ഊർജം മനുഷ്യൻ്റെ ബോധമാണ്, സൃഷ്ടിയുടെ ശക്തിയാണ്. അങ്ങനെ ലളിതമായ ഒരു ഉപമ, ഒരു മല കയറുന്നത് പോലെ അടിത്തട്ടിൽ ലോകജീവിതവും, പിന്നെ അന്വേഷണവും, മുകളിലെ ശിഖരം ആത്മബോധവും, അങ്ങനെ സെൽഫ് റിയലൈസേഷൻ. ശ്രീചക്രം ഒരു ആത്മീയ യാത്രയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. നന്ദി, നമസ്കാരം.